അങ്ങനെ നമ്മുടെ അലീന അടുക്കള എവിടെയെന്നൊക്കെ ചോദിച്ചിട്ട് ശിവനോട് ചോദിച്ചിട്ട് അടുക്കളയൊക്കെ കയറിയിട്ട് ചായയൊക്കെ ഇടാൻ പോകുന്നുണ്ട്. നമ്മുടെ മനു ആണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ചിരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ വൈജ കൃഷ്ണമോളോട് ചോദിക്കേണ്ടത് എവിടെ ആ പിശാജ് അലീന എന്ന് ചോദിക്കേണ്ടത്. ആ സമയത്ത് നമ്മുടെ കൃഷ്ണമോൾ പറയുന്നുണ്ട് പിശാജിൻ്റെ കാര്യമൊന്നും എനിക്കറിയില്ല അമ്മയെ, പക്ഷേ അലീന ചേച്ചിയുടെ കാര്യമാണെങ്കിൽ ഞാൻ പറയാമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വൈജ പറയുന്നുണ്ട് അയ്യോ എനിക്കറിയേണ്ട, ആ പിശാജ് എവിടെയെങ്കിലും പോയി പണ്ടാറടക്കട്ടെ എന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കമല ശിവനോട് പറയുന്നുണ്ട് എനിക്കൊരു കാര്യം അവളോട് നേരിട്ട് പറയാണ്ട്, അവളുടെ മനസ്സിൽ അവൾ വലത് കാല് വെച്ച് കയറാനാണ് അവളുടെ മനസ്സിൽ ഇങ്ങോട്ട് ഉദ്ദേശം ഉണ്ടെങ്കിൽ അവളുടെ ഇടത് കാലം ഞാൻ വെട്ടി മാറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ശിവൻ ചോദിക്കുന്നുണ്ട് അവളുടെ ഇടത് കാല് വെട്ടി മാറ്റാൻ നീ ആരാ ഗുണ്ടയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മനു ശിവനോട് പറയുന്നുണ്ട് അച്ഛൻ ഞങ്ങളുടെ കാര്യം എൻ്റെ അലീനയുടെയും കാര്യം ആലോചിച്ചിട്ട് അച്ഛൻ വിഷമിക്കാനുണ്ടായി, ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും കല്യാണം എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നേരിട്ട് വന്ന് അച്ഛനോട് പറയും, അല്ലാതെ ഞങ്ങളൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ശിവനോട്. ശിവനാണെങ്കിൽ അതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത സമാധാനം ആവണുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശിവൻ രാജീവിനോട് വിളിച്ച് പറയുന്നുണ്ട് രാജീവ വൈജ ആ വീട് വിടുന്ന നിമിഷം ബാലചന്ദ്രൻ മുഴുവൻ സത്യം വിളിച്ച് പറയാൻ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. വൈജ ആണെങ്കിൽ അങ്ങോട്ട് തിരിച്ചു പോകാനും കൂട്ടാക്കണില്ല. ഇനിയിപ്പോൾ ബാലചന്ദ്രൻ എല്ലാ സത്യം വിളിച്ച് പറയുന്നതാണ് തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തെങ്കിലും നമ്മുടെ രാജീവൻ പറഞ്ഞ് എന്തെങ്കിലും നമുക്കൊരു വഴി ഉണ്ടാക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ ബാലചന്ദ്രൻ അലീനയും പോയവരൊന്നും കാണാത്തിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലീന വീട്ടിലേക്ക് എത്തേണ്ടത്. എന്നിട്ട് നമ്മുടെ അലീന എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. എന്തായാലും മാഡം തിരിച്ചു വരില്ല എന്നൊക്കെ പറയുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അവൾക്ക് അത്ര ഉണ്ട് അഹങ്കാരം, ഞാൻ അവളെ വെറുതെ വിടില്ല, അവളോട് ഞാൻ എല്ലാ സത്യം അറിയിച്ചിട്ടേ ഉള്ളൂ, അവളുടെ അഹങ്കാരമൊക്കെ ഒന്ന് കുറയ്ക്കണമല്ലോ എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ അലീന പറയുന്നുണ്ട് അച്ചപ്പോൾ അങ്ങനെയൊന്നും പറയില്ലേ, അത് മാഡത്തിനോട് ഇപ്പോൾ ഒന്നും പറയണ്ട, മാഡം ഇപ്പോൾ ഒന്നും അറിയണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.